ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ അർദ്ധരാത്രിയാണ് ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചത്. എല്ലാവരും ഉറ്റുനോക്കിയത് നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. പ്രതീക്ഷിച്ച പോലെ നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. നെയ്മറുടെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു രോമാഞ്ചം അത് എടുത്തു പറയേണ്ടതാണ്. വലിയ കരഘോഷമാണ് അവിടെ അരങ്ങേറിയത്. അതായത് മുന്നേറ്റ നിര താരങ്ങളുടെ പേര് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ മാത്യൂസ് കുഞ്ഞയ്ക്ക് ശേഷമാണ് നെയ്മർ ജൂനിയറുടെ പേര് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതോടുകൂടി അവിടെ ആ ഹാളിൽ വലിയ ശബ്ദം ഉയർന്നു, വലിയ കരഘോഷം ഉയർന്നു. ഒരുപാട് പേർ വലിയ ശബ്ദത്തോടു കൂടിയാണ്, വലിയ സന്തോഷത്തോടു കൂടിയാണ് അതിനെ സ്വീകരിച്ചത്. ഒരുപാട് കയ്യടികൾ അവിടെ ഉയർന്നു. അങ്ങനെ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള പേരുകൾ പ്രഖ്യാപിക്കാൻ കാർലോ ആഞ്ചലോട്ടിക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. ഏകദേശം 2 മിനിറ്റോളമാണ് പത്രസമ്മേളനം തടസ്സപ്പെട്ടത്. കാർലോ ആഞ്ചലോട്ടിക്ക് നിശബ്ദനായി നിൽക്കേണ്ടി വന്നു. അങ്ങനെ പിന്നീട് റിക്വസ്റ്റ് പ്രകാരമാണ് എല്ലാവരും തങ്ങളുടെ ആഘോഷങ്ങളൊക്കെ അവസാനിപ്പിച്ചത്. നെയ്മർ ജൂനിയറുടെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു രോമാഞ്ചം, അതല്ലെങ്കിൽ അപ്പോൾ ഉണ്ടായ ആ ഒരു അന്തരീക്ഷം അത് എടുത്തു പറയേണ്ടതാണ്. കാരണം ബ്രസീലിയൻ ആരാധകർ അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു നെയ്മറുടെ ഈ ഒരു തിരിച്ചുവരവിന് വേണ്ടി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് നെയ്മർ ജൂനിയർ ഇപ്പോൾ തിരിച്ചെത്തുന്നത്. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് നെയ്മർ തിരിച്ചെത്തുന്നത്. അതാവട്ടെ വേൾഡ് കപ്പിലാണ്. നെയ്മറെ ഇപ്പോൾ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. വലിയ കരഘോഷത്തോടു കൂടിയാണ്, ഏകദേശം 2 മിനിറ്റോളം പിന്നീട് പ്രസ് കോൺഫറൻസ് കാർലോ ആഞ്ചലോട്ടിക്ക് നിർത്തിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത്രയധികം ശബ്ദ കോലാഹലങ്ങളാണ് അവിടെ ഉണ്ടായത്. ആ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാവരും അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു, ആഘോഷിച്ചു എന്നുള്ളതാണ്. ഏതായാലും നെയ്മറുടെ ആരാധകർക്ക്, ലോകമെമ്പാടുമുള്ള നെയ്മറുടെ ആരാധകർക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇത്. വേൾഡ് കപ്പ് ടീമിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ഒടുവിൽ വരെ വന്നിരുന്നത്. പക്ഷെ അവസാന നിമിഷമാണ് കാർലോ ആഞ്ചലോട്ടി കാര്യങ്ങളെ മാറ്റി എഴുതിയത്. നെയ്മർ ജൂനിയർ ഉണ്ട് എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.